PSC എക്സാംസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ കറണ്ട് അഫേഴ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് നോക്കാം. പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായത് ആരാണ്? നിധി തിവാരി. 2014 ബാച്ചിലെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസറാണ് നിധി തിവാരി. ഉത്തർപ്രദേശിലെ വാരണാസിയിലെ മെഹ്മൂർഗഞ്ച് സ്വദേശിനിയായ ഇവർ 2013 UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ 96ാം റാങ്ക് നേടി. 2022 മുതൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അണ്ടർ സെക്രട്ടറിയായും 2023 ജനുവരി 6 മുതൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സോവിയറ്റ് ചെസ് ഇതിഹാസം ആരാണ്? ബോറിസ് സ്പാസ്കി. 1972 ബോബി ഫിഷറുമായി നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ പങ്കെടുത്ത് സ്പാസ്കി ശ്രദ്ധേയനായി. അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ഒരു ചെസ് കാലഘട്ടം അവസാനിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. 1937 ജനിച്ച സ്പാസ്കി 1969 മുതൽ 1972 വരെ ലോക ചെസ് ചാമ്പ്യനായിരുന്നു. ഉത്തരാഖണ്ഡിലുണ്ടായ ഹിമപാതത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കരസേനയിലെ സംഘം ഏതാണ്? ഐബക്സ് ബ്രിഗേഡ്. ഏത് രാജ്യത്തെ സർക്കാരാണ് 2025 സ്കൂളുകളിൽ ജങ്ക് ഫുഡ് നിരോധിച്ചത്? മെക്സിക്കൻ സർക്കാർ. കുട്ടികളിലെ അമിതവണ്ണവും ആരോഗ്യ പ്രശ്നങ്ങളും കുറയ്ക്കാനാണ് ഈ നയം കൊണ്ടുവന്നത്. പഞ്ചസാര അടങ്ങിയ ലഘുഭക്ഷണങ്ങൾ, സോഡകൾ, പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ എന്നിവ നിരോധിച്ചു. മെക്സിക്കോയിൽ 30% കുട്ടികൾ അമിതവണ്ണമോ പൊണ്ണത്തടിയോ ഉള്ളവരാണ്. 2025 ഇന്ത്യയിൽ പാമ്പുകടിക്കെതിരെ ആൻറ്റിവെനം ലഭ്യത ഉറപ്പാക്കാൻ ആരംഭിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? സൂവിൻ പോർട്ടൽ. 2025 മധ്യത്തോടെ ഈ പോർട്ടൽ പ്രവർത്തനം ആരംഭിക്കും. ഇന്ത്യയിൽ വർഷം തോറും 50,000 പേർ പാമ്പുകടിയേറ്റ് മരിക്കുന്നു. 2025 ലോകാരോഗ്യ സംഘടനയുടെ റോഡ് സുരക്ഷാ സൂചികയിൽ ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കാവുന്ന രാജ്യം ഏതാണ്? നോർവേ. കർശനമായ ട്രാഫിക് നിയമങ്ങൾ, മികച്ച റോഡുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ കാരണമാണ് ഈ നേട്ടം നോർവേ കൈവരിച്ചത്. 1,00,000 പേർക്ക് 2.1 മരണങ്ങൾ മാത്രമാണ് റോഡ് അപകടങ്ങളിൽ നിന്നുണ്ടാകുന്നത്. WHO റോഡ് സുരക്ഷാ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 49. ഇന്ത്യയിൽ വർഷം തോറും 1,50,000-ലധികം റോഡ് മരണങ്ങൾ സംഭവിക്കുന്നു. മോശം റോഡ് നിലവാരം, ട്രാഫിക് നിയമലംഘനം, മദ്യപാനം എന്നിവ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. മോട്ടോർ വാഹന നിയമവും ഹൈവേ പെട്രോളിങ്ങും മരണനിരക്ക് 10% കുറയ്ക്കുന്നു. 2023 53ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഇന്ന് 49ാം സ്ഥാനത്തേക്ക് മുന്നേറി. 2 വീലർ അപകടങ്ങൾ 40% മരണങ്ങൾക്കും കാരണമാകുന്നതാണ്. കന്യകാത്വം പരിശോധന മൗലികാവകാശ ലംഘനമാണെന്ന് 2025 വിധിച്ച കോടതി ഏതാണ്? ഛത്തീസ്ഗഡ് ഹൈക്കോടതി. 2025 മാർച്ച് 30 ഈ വിധി പുറപ്പെടുവിച്ചത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം ജീവനും അന്തസ്സിനുമുള്ള അവകാശം ഇതിൽ ലംഘിക്കപ്പെടുന്നു. ലോക്സഭയിൽ 2025 ഏപ്രിലിൽ പാസ്സായ വഖഫ് ബിൽ എന്തിനെ ലക്ഷ്യമിടുന്നതാണ്? 1995 വഖഫ് നിയമം ഭേദഗതി ചെയ്ത് മുസ്ലിം വിഭാഗം ദാനം ചെയ്യുന്ന സ്വത്തുക്കളുടെ മേൽനോട്ടവും നടത്തിപ്പും സുതാര്യവും കാര്യക്ഷമമാക്കുന്നതാണ്. വഖഫ് നിയമം എന്നത് ഇസ്ലാമിക് സമൂഹത്തിൽ ദാനമായി നൽകുന്ന സ്വത്തുക്കളുടെ നിയന്ത്രിക്കുന്ന ഒരു നിയമമാണ്. ഈ നിയമപ്രകാരം ഒരു വ്യക്തി തൻ്റെ സ്വത്ത് സ്ഥിരമായി ഇസ്ലാമിക ധർമ്മകാര്യങ്ങൾക്കായി സമർപ്പിക്കുന്നു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. വഖഫ് ബോർഡിലെ അഴിമതിയും കയ്യേറ്റവും തടയാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നത്. ആദ്യ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഡോക്ടർ HV ഈശ്വർ. അറിവിൻ്റെയും ഗവേഷണത്തിൻ്റെയും മേഖലയിലെ സംഭാവനകൾക്കായാണ് ഈ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം നൽകുന്നത്. ബൗദ്ധിക മികവിനെ ആദരിക്കാനും അക്കാദമിക് നേട്ടങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ പുരസ്കാരം നൽകുന്നത്. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി ആരെയാണ് 2025 നിയമിച്ചത്? പൂനം ഗുപ്ത. 2025 മുതൽ 3 വർഷത്തേക്കാണ് ഇവരുടെ നിയമനം. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് ദേശീയ അവാർഡ് ലഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ബോധവൽക്കരണം, നേരത്തെയുള്ള രോഗനിർണയം, ഫലപ്രദമായ ചികിത്സ എന്നിവയിലൂടെയാണ് ഈ നേട്ടം കേരളത്തിന് ലഭിച്ചത്. പശ്ചിമഘട്ട വയനാടൻ ഭൂപ്രകൃതിയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ തുമ്പി ഇനത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? യൂഫേയ വയനാടൻസിസ്.
വയനാടൻ അരുവിയൻ, വയനാടൻ ടോറൻ്റ് ഡാർട്ട് എന്നുകൂടി ഇതറിയപ്പെടുന്നു. ഈ തുമ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്ത നിറവും വേഗമേറിയ അരുവികളോട് ചേർന്നുള്ള ആവാസ വ്യവസ്ഥയുമാണ്. 2025 മെയ് മാസത്തിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ 7ാം പതിപ്പ് എവിടെയാണ് നടക്കുന്നത്? ബീഹാറിലെ 5 നഗരങ്ങളിലാണ് നടക്കുന്നത്. പാട്ന, ഗയ, ഭാഗൽപൂർ, മുസാഫർപൂർ, ദർഭംഗ. 2025 ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതി ഏതാണ്? മിത്രവിഭൂഷണം. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകയാണ് ഈ ബഹുമതി സമ്മാനിക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനാണ് ഈ അവാർഡ് നൽകുന്നത്. 2022 സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇന്ത്യ നൽകിയ സഹായവും ജാഫ്ന സാംസ്കാരിക കേന്ദ്രം പോലുള്ള പദ്ധതികളും പരിഗണിച്ചാണ് ഈ ബഹുമതി നൽകുന്നത്. നെയ്ബർഹുഡ് ഫസ്റ്റ് നയത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ പങ്ക് ഈ ബഹുമതി എടുത്തുകാട്ടുന്നു. 2025 ഏപ്രിൽ 10 മുതൽ 12 വരെ കേരളത്തിൽ നടക്കുന്ന 2ാം ഇൻ്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവൽ എവിടെയാണ് സംഘടിപ്പിക്കുന്നത്? വർക്കലയിലെ ഇടവ ബീച്ചിൽ. കേരള ടൂറിസം വകുപ്പാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പുരുഷ, വനിതാ, ജൂനിയർ വിഭാഗങ്ങളിൽ മത്സരങ്ങളും സാംസ്കാരിക പരിപാടികളും വർക്ക്ഷോപ്പുകളും ഉണ്ടാകും. 15 രാജ്യങ്ങളിൽ നിന്നായി 100-ലധികം സർഫർമാർ പങ്കെടുക്കും. സുസ്ഥിര ടൂറിസത്തിന് ഊന്നൽ നൽകി കേരളത്തെ സർഫിംഗ് ഹബ്ബാക്കി മാറ്റുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 2025 ഏപ്രിൽ 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പാമ്പൻ പാലത്തിൻ്റെ നീളം എത്രയാണ്? 2.08 കിലോമീറ്റർ. തമിഴ്നാട്ടിലാണ് ഈ പുതിയ പാലം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 6 മീറ്റർ ഉയരമുള്ള ഈ പാലം രാമേശ്വരത്തെ മുഖ്യഭൂമിയുമായി ബന്ധിപ്പിക്കുന്നു. 535 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഇത് രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലമാണ്. കപ്പലുകൾക്കായി 17 മീറ്റർ ഉയരാൻ കഴിയുന്ന ഈ പാലം ചുഴലിക്കാറ്റിനെ അതിജീവിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒന്നാണ്. 2025 മാർച്ചിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കാസർഗോഡ് ജില്ലയിലെ എവിടെയാണ് 200 മില്യൺ ടൺ ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്തിയത്? കാറൊടുക്ക. ഇന്ത്യയുടെ ഏറ്റവും വലിയ അലുമിനിയം ഉറവിടമാണിത്. ഈ നിക്ഷേപം 1200 ഹെക്ടറിൽ വ്യാപിച്ചിരിക്കുന്ന ഒന്നാണ്.